ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ വിശാഖപട്ടണത്തൊന്ന് കറങ്ങാനാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണാനാണ് പ്ലാൻ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ എത്തിയത്. ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഹോട്ടൽ. പുറത്തുനിന്ന് കണ്ടപ്പോഴും ഉള്ളിലേക്ക് നോക്കിയപ്പോഴും വേറെ അധികം ആരും അവിടെ ഇല്ല എന്ന് തോന്നി. ഒന്ന് സംശയിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. പക്ഷേ മെനു ലിസ്റ്റ് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം വിഭവങ്ങൾ അവിടെ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഒന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചു. നമ്മളധികം ബ്രേക്ക്ഫാസ്റ്റിന് പരിചയമില്ലാത്ത കുറേ അധികം വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. പൂരി ചിക്കൻ കറി, ഇഡ്ഡലി ചിക്കൻ കറി, ദോശ, മട്ടൻ കീമ, ഇങ്ങനത്തെ വെറൈറ്റി നോൺ വെജ് കോംബോസാണ് അവിടുത്തെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. നല്ല സ്വാദും വളരെ ഹൈജീനിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കൈലാസഗിരിയിലേക്കാണ് യാത്ര തിരിച്ചത്. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ടൗണിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ കൈലാസഗിരിയിലേക്ക് എത്തേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ടെറൈനൊക്കെ കുറച്ച് വ്യത്യാസമാവുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവിടെയുള്ള എൻട്രൻസിൽ ഫീസൊക്കെ അടച്ച് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് അവിടെയുള്ള കുന്നും കടലും ചേർന്നിട്ടുള്ള അപൂർവ ദൃശ്യങ്ങളാണ്. ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കധികം പരിചയമില്ലാത്തൊരു കോമ്പിനേഷൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഒരു സൈഡിൽ ആഴത്തിൽ കടൽ കാണാം, മറ്റൊരു സൈഡിൽ വളരെ ഹൈറ്റിലുള്ള കുന്നുകളും നമുക്ക് കാണാൻ പറ്റും. അതൊരു വല്ലാത്ത തരം കാഴ്ചയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്ത് ഞങ്ങൾ എത്തിയത് ഈ കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്താണ്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചറസ് സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി. അതിനുശേഷം ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. പലതരത്തിൽ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. ഒരു ഫാമിലിക്ക് 800 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതിനുശേഷം അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ചധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടി. അവിടെ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. അവർ തന്നിട്ടുള്ള ഒരു കവർ മാത്രമാണ് കാലിൽ നമ്മൾ ഇടുക. വാട്ടർ ബോട്ടിൽസോ ഹെവി ആയിട്ടുള്ള ഒരു സാധനവും നമുക്ക് അതിനകത്തേക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ വലിയ ഭയമൊന്നും തോന്നിയില്ലെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും കുറച്ചധികം പേടിയായി. കാരണം ആ ഗ്ലാസ് ബ്രിഡ്ജിന് ചെറിയൊരു അനക്കമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരമായിരുന്നു. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഈ കടലിൻ്റെ ഭാഗങ്ങൾ കാണുക എന്നുള്ളത് വളരെയധികം മനോഹരമായിട്ടുള്ള കാര്യമായിരുന്നു. 8 മിനിറ്റായിരുന്നു നമുക്ക് അവിടെ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സമയം. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ളിലേക്ക് കയറി. ആദ്യം കണ്ടത് ഒരു 9D സിനിമ ഹാളാണ്. കുട്ടികൾക്ക് അവിടെ കയറിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും നമുക്കത് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതിനുശേഷം നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഉള്ളിലേക്ക് പോയി. പല വിധത്തിലുള്ള പ്രദേശങ്ങൾ അവിടെ കണ്ടു. അവിടെ പലതിൻ്റെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ ഇത്രയും ഏരിയ പെട്ടെന്നൊന്ന് ചുറ്റിയടിച്ച് കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ തോന്നി. അവിടെ ഒരുപാട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണണം. ഇവിടെ ഉള്ള സയൻസ് മ്യൂസിയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞെങ്കിലും അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് കാണാനായില്ല. ഇതിവിടെയുള്ള ഒരു ഹിസ്റ്ററി മ്യൂസിയമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര ദൂരം വന്നതല്ലേ, ഈ ഹിസ്റ്ററി മ്യൂസിയം ഒന്ന് കണ്ടേക്കാമെന്ന് തോന്നിയെങ്കിലും ഇവിടെ ആരും ടിക്കറ്റ് തരുന്ന സ്ഥലത്തോ അത് പ്രവർത്തിക്കുന്ന സ്ഥലത്തോ ആരെയും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതും കാണാൻ പറ്റാതെ ഇവിടെ നിന്ന് കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ കാറ്റിൽ കയറാനായിട്ട് പോയി. പിന്നീട് അതേ കാറ്റിൽ കയറി ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണാനായി. ആ വ്യൂ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കാൻ തീരുമാനിച്ചു. കൈലാസഗിരിയിൽ നിന്നുള്ള ഇത്രയൊക്കെ കാഴ്ചകളോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. യാത്രകൾ തുടരും.